കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തിരികെ വരുന്ന അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും സ്നേഹവും വാത്സല്യവും കൊടുക്കും മദറല്ലോ. അത് മുതലെടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. നമ്മൾ പടിക്ക് പുറത്തും എല്ലാം അവള് വിഴുങ്ങുകയും ചെയ്യും. അമ്മ നോക്കൂ. അങ്ങനെ അവൾ ഒന്നും വിഴുങ്ങില്ല മോളെ. വിഴുങ്ങാനായി ഇരയെ നമ്മൾ ചൂണ്ടയിൽ കൊരുത്തിട്ട് കൊടുക്കും. സന്തോഷത്തോടെ ഇരയെ വിഴുങ്ങി തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ ചൂണ്ട നമ്മൾ ഒറ്റ വലി വലിക്കും. കൊരവള്ളിയിൽ കൂടി തുളച്ച് അവള് പിടയ്ക്കുന്നത് ഈ രാജലക്ഷ്മി നിനക്ക് കാണിച്ചു തരാം. അവള് വരട്ടെ. ഞാനും കാത്തിരിക്കുന്നത് അതിനു വേണ്ടി തന്നെ. ആശാനെ, ശ്രീലക്ഷ്മി, ആശാനെ, നമ്മൾ കൺമണിയാ. ആശാനത് എന്തു പറ്റി? ബോധം പോയാ? അത് പിന്നെ ഞാൻ പെട്ടെന്ന് ശ്രീലക്ഷ്മിയാണെന്ന് കരുതി. ആ അതെ, പൊന്നാശാനെ, അനാവശ്യ കാര്യങ്ങളൊന്നും കരുതല്ലേ. ആ അതെ, ആശാന്റെ ഉള്ളിലുള്ള രൂപം ഇങ്ങനെയല്ലേ? ഈ വേഷത്തിൽ കണ്ടപ്പോ പെട്ടെന്ന് ശ്രീലക്ഷ്മിയാണെന്ന്. സത്യം പറഞ്ഞ ഈ വേഷം നമുക്ക് ഒട്ടും ശരിയാവണില്ല. ഇങ്ങനൊക്കെ ഉള്ള കുപ്പായം നമ്മൾ ആദ്യമായിട്ടാ ഇടുന്നത്. ശരിക്കും എന്റെ ശ്രീലക്ഷ്മി മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് മതി. ഇനി അഭിനയിച്ച് ഞാൻ കസറും. ആശ നോക്കിക്കോ. മാഡം, മാഡത്തെ കാണാതെ ഞങ്ങൾ എന്ത് വിഷമിച്ചു എന്നറിയോ? ഇപ്പോഴാ സമാധാനമായത്. ഈ സുന്ദരിക്കോതെ ആര്? നമുക്ക് മനസ്സിലായില്ല. അതെന്താ ശ്രീലക്ഷ്മി, സാൻഡ്രയെ തനിക്ക് അറിയാത്ത പോലെ? നമ്മുടെ ഓഫീസ് വൈസ് പ്രസിഡന്റ്, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയുള്ള നമ്മുടെ സാൻഡ്ര അല്ലേ ഇത്? സാന്ദ്ര. ആ അന്നത്തെ ആക്സിഡന്റിന് ശേഷം ചിലരെ ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല സാൻഡ്ര. അതാ തന്നെ പെട്ടെന്ന് മനസ്സിലാകാതിരുന്ന.
പിന്നെ അതുപോലൊരു സ്ഥലത്ത് കുറെ ദിവസം കഴിഞ്ഞതല്ലേ, അതാ സംസാരം ഇങ്ങനെ. ഇറ്റ്സ് ഓക്കെ സർ. അതെന്തോ ആവട്ടെ, മാഡത്തെ തിരിച്ചു കിട്ടിയതല്ലേ പ്രധാനം. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് തന്ന് ഞാനും മാഡവും ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനൊരു അപകടം ഉണ്ടായപ്പോ ശരിക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. തെറ്റ് ചെയ്തെന്നോ? സാന്ദ്ര എന്ത് തെറ്റാണ് ചെയ്തേ? മാഡത്തിന് അതൊന്നും ഓർമ്മയില്ലെങ്കിൽ ഇനി ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല. ഒരു കണക്കിന് മറവി ഒരു അനുഗ്രഹം തന്നെയാ മാഡം. ആ, സാന്ദ്ര ചെയ്ത തെറ്റെന്താണെന്ന് പറ. പരസ്പരം ജീവനായി സ്നേഹിച്ചിരുന്ന സാറിനെയും മാഡത്തിനെയും പിരിക്കാൻ നോക്കി. അതിനുവേണ്ടി പല ദുഷ്ടതകളും ഞാൻ ചെയ്തൊന്നു മാത്രം മാഡം അറിഞ്ഞാൽ മതി. അതൊന്നും ഞാനും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ സത്യം. എന്നിട്ട് നിന്റെ ചെള്ളക്കിട്ടൊന്ന് തന്നിട്ടായിരിക്കും ശ്രീലക്ഷ്മി നിനക്ക് മാപ്പ് തന്നത്. ദൈവത്തിനെ സാക്ഷി നിർത്തി രവിചന്ദ്രവർമ്മൻ കെട്ടിയ താലിയായത്. ഇത് പൊട്ടിക്കാൻ നിന്റെ ഈ ജന്മം പോരാ, അതിന് നീ ഒന്നുകൂടി ജനിക്കണം. അതിനുള്ളതൊക്കെ നീ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാ നമ്മൾക്ക് തോന്നുന്നത്. ആ, എന്തായാലും മാപ്പ് തന്ന സ്ഥിതിയില് നമ്മൾ ഇനി വർത്താനം പറയണത് മോശ. നമ്മൾ പറഞ്ഞത് നമ്മളുടെ കാര്യം. ശ്രീലക്ഷ്മി, അയ്യോ അയ്യോ, നമ്മൾ പറഞ്ഞത് നമ്മളുടെ പഴയ കാര്യ. നമ്മൾക്കിപ്പോൾ ചന്ദ്രയുടെ ഒരു കലിയില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ, സത്യമായിട്ടും. സാൻഡ്ര ഓഫീസിലേക്ക് പോയിക്കോളൂ, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ സർ. ഓഫീസില് ചില അത്യാവശ്യ വർക്ക്സ് ഉണ്ട്, സോ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. അതാ രാജാറാം സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ശരി, ഞാൻ ഇറങ്ങട്ടെ മാഡം. ആ സാന്ദ്ര, ഇനി സാന്ദ്ര പോ. ഇത്രയ്ക്ക് പ്രധാനപ്പെട്ട ആളാണ് സാന്ദ്ര എങ്കില് ആശ നേരത്തെ അതില് ഫോട്ടോ കാണിച്ചു തരാത്തെന്ത്? വാ വിട്ട് വല്ലത് നമ്മൾ പറഞ്ഞിരുന്നെങ്കി ഓ ഇപ്പഴാ ഒരു സമാധാനായത്.
കൺമണി ചേച്ചിക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു. ആ പിന്നെ പറയടാ, ആശുപത്രി പോയില്ലേ നിങ്ങള്? പോയല്ലോ. ആ എന്നിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ? നിങ്ങളെ ശരിക്കും ഈ മൊട്ട ആശുപത്രി തന്നെയല്ലേ കൊണ്ടുപോയത്? ഇത്ര പെട്ടെന്ന് വന്നോണ്ട് ചോദിച്ചാ. ഹലോ കണ്ണമ്മ മാഡം, ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഐ ഹോസ്പിറ്റലില് മാഡത്തിലെ ചേച്ചിയെ കാണിച്ചത്. പിന്നെ നേരത്തെ തിരികെ വന്ന കാര്യം, നീലഹസ്തി ഡിസ്പെൻസറിയിൽ പോയി വരിയിൽ നിന്ന് തുണ്ടു വാങ്ങുന്ന പരിപാടി ഇവിടെ ഇല്ല. രവിവർമ്മൻ എന്നൊരു പേര് മാത്രം മതി അപ്പോയിന്റ്മെന്റ് കിട്ടാൻ. കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞു തന്നതാ. ശരിയാ കൺമണി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഡോക്ടറിന്റെ അടുത്ത് പോയി പരിശോധിക്കുകയും ചെയ്തു. ഷുഗറും ബ്ലഡ് പ്രഷറും ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അത് നോർമലായാലേ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അതിനായിട്ട് കുറച്ച് മെഡിസിൻ കഴിക്കണം. രവി സാർ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ഈ ഉപകാരങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ കടപ്പെട്ടിരിക്കും. അതിന്റെ ആവശ്യം എന്ത്? നമ്മൾ മെനക്കിട്ട് അഭിനയിക്കണേനാണ് ഇവരിതൊക്കെ ചെയ്തു തരണത്. ഓ പിന്നെ വലിയ ഊർവശിയാണല്ലോ. എന്റെ രവി, ഞാനൊരു കാര്യം പറയാം. രൂപമൊക്കെ ഓക്കെ, വാ തുറന്നാൽ അപ്പൊ തീരുവെല്ലാം. ഞാനൊരു ബുദ്ധി പറയാം. ആക്സിഡന്റിന് ശേഷം ശ്രീലക്ഷ്മിയുടെ സംസാരശേഷി തീർത്ത് നഷ്ടമായെന്ന് പറയുന്നതാണ് ഞാൻ നോക്കിയിട്ട് നല്ലത്. അപ്പോ കമാന്നൊരക്ഷരം മിണ്ടുകയില്ല. നല്ല ബുദ്ധി. മുറിയിൽ കെട്ടി തൂക്കിക്കോ. ആശാനെ, ഈ മൊട്ടത്തലം പറയണത് കേട്ട് ഉള്ളു നീറ്റണ്ട. രസങ്ങളും ഭാവങ്ങളും നമ്മളെ മുഖത്ത് മിന്നി മായണത് ആശാൻ കണ്ടോ? വർത്തനൊക്കെ നമ്മൾ പോണ വഴിക്ക് മാറ്റിക്കോളാം. ഇപ്പൊ നാവ് ഇങ്ങനെ തിരിയും. അതാ. എങ്കിലേ കുറച്ച് വയമ്പ് വാങ്ങിത്തരട്ടെ. നിങ്ങൾ ഇനി വഴക്കാക്കണ്ട. ശ്രീലക്ഷ്മി അന്ന് ഡ്രസ്സൊക്കെ എടുത്തു വരും. ചെല്ല്, നമുക്ക് വേഗം പോണം. ശരി ആശാനെ. രാജാറാം, നീ ഇവരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. ശരി, ചെല്ല്. വരൂ. താൻ വരുന്നില്ലേ? എങ്ങോട്ട്? നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ആശാൻ സമ്മതിച്ചതും അല്ലേ? എന്നിട്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അതുപോലെ നടക്കുന്നുണ്ടല്ലോ. ആദ്യം അത് നമ്മളെ ബോധ്യപ്പെടുത്തണം. ശ്രീലക്ഷ്മി അല്ല, ഈ കൺമണി. നമ്മുടെ ചേച്ചിയെ അനിയനെയും ഒരു കുഴപ്പവും ഇല്ലാത്ത സ്ഥലത്ത് പാർപ്പിക്കാന്ന് കൂടി വാക്ക് തന്നല്ലേ? എന്നിട്ട് എന്തായി? അവരെ സുരക്ഷിതമായൊരു സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് കഴിഞ്ഞു ശ്രീലക്ഷ്മി. സത്യം. കൺമണിക്ക് അതിലൊരു പേടിയുടെയും ആവശ്യമില്ല.
പേടിയുണ്ട്. നമ്മളുടെ ചേച്ചി ഒരു ദീനക്കാരിയാ. അപ്പൊ അവര് താമസിക്കണ സ്ഥലവും ചുറ്റുപാടും നമ്മൾക്ക് കാണണം. എങ്കിലല്ലേ നിങ്ങൾ പറയണത് നമ്മൾക്കും കൂടി ബോധ്യാവൂ. എല്ലാ സൗകര്യമുള്ളൊരു വീട്ടിൽ ഒരു കെയർ ടേക്കർ അടക്കം എല്ലാം റെഡിയാണ്. രാജാറാം എല്ലാം നോക്കിക്കോളും. ആ അതെ, നമ്മൾ ഒരു സത്യം പറയാലോ, ആ മൊട്ടത്തലേനെ നമ്മൾക്ക് തീരെ വിശ്വാസം ഇല്ല. അയാളാ നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ നടൻ. ആ അതെ, ആശാനോട് ഒരു സംശയം ചോദിച്ചോട്ടാ. ഈ വലിയ കാര്യങ്ങളൊക്കെ ആ മൊട്ടത്തലേനെ എന്തിനാ ആശ ഏൽപ്പിക്കണത്? ആശാന്റെ ആരാ പുള്ളി? വേലക്കാരനല്ലേ? അല്ല, ആ? അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഞാനും അവനും തമ്മിൽ. വേണമെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എന്നെ ശാസിക്കാനും നേർവഴിക്ക് നടത്താനും വേറെ ആരെക്കാളും അവകാശവും അധികാരവുമുള്ള ഒരു സുഹൃത്തെന്ന് പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ മുകളിലാണ് ഞാനും അവനും തമ്മിലുള്ള ബന്ധം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ ബന്ധത്തെ നമ്മൾ വിശ്വസിക്കാം. പക്ഷെ നമ്മുടെ വിശ്വാസം തകർന്ന അല്ല ആശാനെ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? നല്ലൊരു കാര്യത്തിന്റെ തുടക്കമല്ലേ? എന്ത് നല്ല കാര്യം? ചാങ്കടക്കണ മനുഷ്യനെ പറ്റിക്കണതാ. ഒന്നാമത്തെ കാര്യം, നമ്മളും ദൈവങ്ങളും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലല്ല. കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തി തരാത്ത ദൈവം പണം കൊടുത്ത് പ്രാർത്ഥിച്ച നടത്തി തരുന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ആശാനെ. എന്റെ ദൈവ ചേച്ചി തന്നെയാ മുന്നിലുള്ള ഉദാഹരണം. ആ പിന്നെ ആയിരവല്ലി തമ്പുരാൻ എപ്പോഴോ നാവിക്കയറി കൂടിയതാ, ഇറങ്ങി പോണില്ല. ആ അതുകൊണ്ട് ആശാൻ പോയിട്ട് വാ, നമ്മൾ ഇവിടെ നിന്നോളാം. ഒരുമിച്ച് ഒന്ന് തൊടാന്ന് കരുതിയ ഞാൻ കൺമണി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. സുഖമുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ആശുപത്രിയിലോട്ടല്ലേ പോകത്തുള്ളൂ. ഇങ്ങോട്ട് വരുവോ? തിരുമേനി ഒരു അർച്ചന നടത്തണം. മനസ്സിലായി. ഗായത്രി അമ്മ വന്നപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ശ്രീലക്ഷ്മി കിട്ടിയല്ലോ. ഈശ്വരാധീനം. പ്രാർത്ഥിച്ചോളൂ. അതെ, ആര് പ്രാർത്ഥിച്ചിട്ട് ആരെ കിട്ടിയെന്നാ അങ്ങേര് പറഞ്ഞിട്ട് പോയത്? ആ കണ്ട, പൂജാരി വരെ ഉറപ്പിച്ച് ഞാൻ ശ്രീലക്ഷ്മി ആണെന്ന്. എങ്ങനെയുണ്ട് ആശാന നമ്മൾ അഭിനയം? ആ അപ്പൊ ഇനി അങ്ങോട്ട് കാര്യങ്ങളൊക്കെ എളുപ്പാവും. നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ കരുതിയ എൻ്റെ ശ്രീലക്ഷ്മിയെ
എൻ്റെ കൺമുന്നിൽ കൊണ്ടു നിർത്തിയ ശക്തിയുടെ മുന്നിലാണ് ഞാൻ കൈകൊപ്പി നിൽക്കുന്നത്. ആർക്ക് വ്യക്തതയില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ശ്രീലക്ഷ്മിയാണെന്ന്. അങ്ങനെയല്ലെങ്കിൽ ഈ അമ്പലനടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുതൽ ഈ കൺമണിയെ ശ്രീലക്ഷ്മിയായി രൂപാന്തരപ്പെടുത്തി തരണം എനിക്ക്. ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മനായി തന്നെ.